പ്രീതികരത സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മൾ SCRT സോഷ്യൽ സയൻസ് പഠിച്ചു തുടങ്ങുകയാണ്. 6ാമത്തെ ക്ലാസ്സിലെ ആദ്യ ചാപ്റ്റർ ആദിമ മനുഷ്യരും സംസ്കാരങ്ങളും. ആദിമ മനുഷ്യർ എന്ന വാക്കിൽ നിന്ന് നമുക്കൊരു അർത്ഥം ലഭിക്കും. എന്താണ്? ആദിമ കാലഘട്ടത്ത് ജീവിച്ചിരുന്നത്. ഈ ആദിമ കാലഘട്ടം എന്ന് പറയുമ്പോൾ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് എന്നാണ്. നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ ഈ ദശലക്ഷം എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലെ? നൂറ്റാണ്ടെന്ന് കേൾക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പാഠഭാഗത്തിൽ ആദ്യ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് കാലഗണനം നിശ്ചയിക്കുന്നതിന് വേണ്ടിയുള്ള ചെറിയ ഉപാധികളാണ്. ഓക്കെ, തുടർന്ന് നമ്മൾ ഈ ക്ലാസ്സിന്റെ അങ്ങോട്ട് പോകുമ്പോഴേക്കും മാനവ സംസ്കാരത്തെ കുറിച്ച് പഠിക്കും. ഒരു മനുഷ്യന്റെ ജീവിത രീതിയെയാണ് സംസ്കാരം എന്നതുകൊണ്ട് അർത്ഥമാക്കുക. ആ മനുഷ്യൻ തൻ്റെ ജീവിതത്തിലൂടെ കെട്ടിപ്പടുത്ത സ്ഥാപനങ്ങളോ സംഭവങ്ങളോ തുടങ്ങിയ കാര്യങ്ങളെ നമ്മൾ ചരിത്രമെന്നും പറയും. ഓക്കെ, അപ്പോൾ രണ്ടും പരസ്പര പൂരകങ്ങളാണ്, സംസ്കാരവും ചരിത്രവും. ആദിമ കാലഘട്ടത്ത് ജനങ്ങൾ ജീവിച്ചിരുന്നത് അവര് അപരിഷ്കൃതരായിരുന്നു, പരിഷ്കൃതരല്ല, ആധുനികതയിലേക്ക് എത്തിയവരല്ല. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിത രീതിയും അപരിഷ്കൃതമായിരുന്നു എന്ന് പറയേണ്ടി വരും. ഓക്കെ, നമുക്ക് ആരംഭിച്ചാലോ? യെസ്, നമുക്ക് ആരംഭിക്കാം. ഈ പാഠഭാഗത്തിന്റെ ആദ്യ ഭാഗത്ത് നൽകിയിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ മിക്കവാറും PSC പരീക്ഷകളിൽ ഈ ഓരോ ചാപ്റ്ററിന്റെ ആദ്യം നൽകിയിരിക്കുന്ന ചിലപ്പോൾ ലേഖനമായിരിക്കും തന്നിട്ടുണ്ടാവുക, ചിലപ്പോൾ സെന്റൻസ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അതിനെ ആസ്പദമായി ചോദ്യം ചോദിക്കാറുണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ ഒരു പ്രശസ്തമായ പുസ്തകമാണ് ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന പുസ്തകം. ആ പുസ്തകത്തിലെ ചെറിയൊരു വിവരണമാണ് നൽകിയിരിക്കുന്നത്. ഓക്കെ, അപ്പോ PSC ചോദിക്കും, ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന ഗ്രന്ഥം എഴുതിയതാര്? ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവെന്ന് ചോദിക്കും. ഇമ്പോർട്ടന്റ് ആണ്. ആരാ? ജവഹർലാൽ നെഹ്റു. നമ്മൾ അത് പഠിച്ചാൽ മതി. രണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് നമുക്ക് നോക്കാം. ആദിമ മനുഷ്യർ, അവരെ കുറിച്ചുള്ള വിവരണമാണ് ജവഹർലാൽ നെഹ്റു നൽകുക. ജവഹർലാൽ നെഹ്റു എവിടെ പോയപ്പോഴാണ് ഇതിനെക്കുറിച്ച് അറിഞ്ഞത്? ജർമ്മനി എന്ന രാജ്യത്ത്. ജർമ്മനിയില് ഹൈഡൽബർഗ് എന്ന പട്ടണത്തിൽ ഒരു പ്രൊഫസറെ സന്ദർശിക്കുന്ന വേളയിൽ അവിടുത്തെ ആദിമ മനുഷ്യരെ കുറിച്ചുള്ള പഠനം ജവഹർലാൽ നെഹ്റു അറിയാനിടയായി. ഓക്കെ, ജർമ്മനിയിലെ ഹൈഡൽബർഗ് എന്ന സ്ഥലത്ത് സന്ദർശിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ഈ ജർമ്മനിയിൽ നിന്ന് കണ്ടെത്തിയ ആദിമ മനുഷ്യനെ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെന്ന് വിളിച്ചു? യെസ്, ഹൈഡൽബർഗ് മനുഷ്യൻ എന്നാണ് വിളിക്കുക. അപ്പോൾ ഹൈഡൽബർഗ് മനുഷ്യനെ കണ്ടെത്തിയത് ഏത് രാജ്യത്തു നിന്നെന്ന് ചോദിക്കും. ഏത് രാജ്യത്തു നിന്നാണ്? ജർമ്മനിയിൽ നിന്ന്. അത്രയേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഈ ഒരു സ്ഥലത്തിന് വേണ്ട എന്തൊക്കെയാ? ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എഴുതിയതാര്? ജവഹർലാൽ നെഹ്റു. ഓക്കെ, ആദിമ മനുഷ്യനായ ഹൈഡൽബർഗ് മനുഷ്യനെ കണ്ടെത്തിയത് ഏത് രാജ്യത്ത് നിന്ന്? ജർമ്മനിയിലെ ഹൈഡൽബർഗ് എന്ന സ്ഥലത്ത്. അതുകൊണ്ട് അതിന്റെ പേരിൽ അറിയപ്പെട്ടു ഹൈഡൽബർഗ് മനുഷ്യൻ എന്നറിയപ്പെട്ടു. അത്ര തന്നെ. ഓക്കെ, ഇനി നമുക്ക് പാഠഭാഗത്തിലെ യഥാർത്ഥ വസ്തുതകളിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, നോക്കിയേ, പണ്ട് വളരെ കുറച്ച് മനുഷ്യരാണ് ഉണ്ടായിരുന്നത്, അല്ലെ? അവരുടെ മക്കള് വീണ്ടും പല കുടുംബങ്ങളായി മാറി, അവരുടെ മക്കള് വീണ്ടും പല കുടുംബങ്ങളായി മാറി. ഇപ്പൊ കാണുന്ന നമ്മുടെ ബന്ധുക്കൾ എല്ലാവരും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുകയാണ്. നമ്മുടെ മാതാപിതാക്കള്, അവരുടെ മാതാപിതാക്കള്, അവരുടെയും മാതാപിതാക്കള് എന്ന ഗതിയിലേക്ക് പോകുമ്പോ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരും, അല്ലെ? ആധുനിക കാലഘട്ടത്തെ നിലവിലെ ജനങ്ങളുടെ ബന്ധുക്കളുടെയൊക്കെ കണക്ക് നോക്കുമ്പോൾ അവരുടെ മുൻ തലമുറയിലേക്ക് പോകുമ്പോൾ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതിന്റെ അർത്ഥം എന്താ? ആദിമ കാലഘട്ടത്ത് വളരെ വളരെ കുറച്ച് മനുഷ്യരുണ്ടായിരുന്നു. ആ വളരെ കുറച്ച് മനുഷ്യര് ഇതുപോലെ ഒരുമിച്ചല്ല താമസിച്ചിരുന്നത്, വളരെ വിദൂരങ്ങളിൽ താമസിച്ചിരുന്നു, അല്ലെ? അങ്ങനെ വിദൂരങ്ങളിൽ താമസിച്ചിരുന്നത് കൊണ്ട് തന്നെ അവർക്ക് പരസ്പരം അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മെച്ചപ്പെട്ട പുരോഗതിയിലേക്ക് അവർ വളർന്നില്ല എന്ന കാര്യം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ പുസ്തകത്തിലെ ഈ ഒരു മരത്തിന്റെ ഒരു ചാർട്ട് നൽകിയിരിക്കുക. അപ്പൊ ആദിമകാലത്ത് ജനങ്ങളുടെ എണ്ണം വളരെ കുറവായിരുന്നു.
അതുകൊണ്ട് തന്നെ ആദിമ മനുഷ്യരെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ചിലപ്പോൾ ഒരു രാജ്യത്ത് വളരെ കുറച്ച് പേര് മാത്രമേ ചിലപ്പോൾ ഉണ്ടാവത്തുള്ളൂ. പിൽക്കാലത്ത് ഒത്തിരി തലമുറകൾ കഴിഞ്ഞപ്പോഴായിരിക്കും അവരുടെ എണ്ണം എന്ത് ചെയ്തിട്ടുണ്ടാവുക, വർദ്ധിച്ചിട്ടുണ്ടാവുക. ഓക്കെ അല്ലേ? ഇനി നമുക്ക് കാലഗണന നിശ്ചയിക്കുന്നതിന് വേണ്ടിയുള്ള മാർഗങ്ങളുണ്ട്. ഇപ്പം നിലവില് അന്തർദേശീയ തലത്തിൽ ഉപയോഗിക്കുന്നത് ഗ്രിഗോറിയൻ കലണ്ടറാണ്. പ്രാദേശികമായി ഒട്ടനവധി കലണ്ടർ ഉണ്ടല്ലേ? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഔദ്യോഗികമായി നിലവിൽ ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ടൊക്കെ ഗ്രിഗോറിയൻ കലണ്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിലും, പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഔദ്യോഗിക കലണ്ടർ ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ ഏത് കലണ്ടർ പറയൂടാ? ശകവർഷം പറയും. ഇന്ത്യയുടെ ഔദ്യോഗിക കലണ്ടർ ശകവർഷമാണ്. ഈ ശകവർഷം ആരംഭിച്ചത് AD 78 അല്ലെ? ആദ്യ മാസം ചൈത്രമാണ്, അവസാന മാസം എന്ന് പറയുന്നത് ഫാൽഗുനവുമാണ്, നമുക്കറിയാം. അതുപോലെ കേരളത്തിന്റെ നോക്കിയാലോ, കേരളത്തിന്റെ ഔദ്യോഗിക കലണ്ടർ എന്ന് പറയുന്നത് ഔദ്യോഗിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രിഗോറിയൻ കലണ്ടർ അന്തർദേശീയ തലത്തിലെ എന്താണ് ആശയവിനിമയമൊക്കെ മെച്ചപ്പെട്ട രീതിയിലാക്കാൻ കൃത്യമായി അനലൈസ് ചെയ്യാൻ. പക്ഷേ കേരളത്തിന്റെ ഔദ്യോഗിക കലണ്ടറായി കണക്കാക്കുന്നത് കൊല്ലവർഷമാണ്. നമ്മളെ കലണ്ടറൊക്കെ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അല്ലെ? കൊല്ലവർഷം. ഈ കൊല്ലവർഷം ആരംഭിച്ചത് എന്തെന്ന് ചോദിച്ചാൽ AD 825 നിങ്ങൾക്കറിയാം. ആദ്യ മാസം ചിങ്ങവും അവസാന മാസം കർക്കിടകവും. ശരിയാണ് അല്ലെ? അപ്പൊ ഇന്ത്യയിലെ ആദിമ കലണ്ടറായി കണക്കാക്കുന്ന ശകവർഷമാണ്. കേരളത്തിന്റെ ആണെങ്കിലോ കൊല്ലവർഷം. ഇത് കൂടാതെ കേരളത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരുപാട് കലണ്ടർ ഉണ്ട്. 1341 ആരംഭിച്ച പുതുവൈപ്പ് വർഷം, പുതുവൈപ്പ് വർഷമൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ? റഷ്യയിലാണെങ്കിൽ ജൂലിയൻ കലണ്ടറാണ് ഉപയോഗിച്ചിരുന്നത്. നമ്മൾ ലോക ചരിത്രം പഠിക്കുമ്പോൾ അവിടെ പഠിക്കുന്നതാണ്. റഷ്യയിൽ ഉപയോഗിച്ചിരുന്നത് എന്താണ്? ജൂലിയൻ കലണ്ടർ ആയിരുന്നു. അതുകൊണ്ട് നമ്മുടെ റഷ്യൻ വിപ്ലവമൊക്കെ പഠിക്കുമ്പോൾ അവിടെ ചില തീയതികൾ തമ്മിൽ ഒരു 14-15 ദിവസത്തെ ഡിഫറൻസ് ഉണ്ടാവും. ഗ്രിഗോറിയൻ കലണ്ടറിലെ ദിവസം ഇതായിരുന്നു അല്ലെ? 1917 ഫെബ്രുവരി വിപ്ലവം നടക്കുന്നത് ജൂലിയൻ കലണ്ടർ അനുസരിച്ച് ഫെബ്രുവരി മാസമാണെങ്കിലും ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് അത് മാർച്ച് മാസമാണ് എന്നൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. അപ്പൊ റഷ്യയിലെ പ്രാദേശികമായി ഉപയോഗിക്കുന്നത് ജൂലിയൻ കലണ്ടറാണ്. എന്നാൽ അന്തർദേശീയ തലത്തിൽ ഉപയോഗിക്കുന്നത് എന്താണ്? ഗ്രിഗോറിയൻ കലണ്ടറാണ്. ആ കലണ്ടറിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കാലഗണന അനുസരിച്ച് ചരിത്രത്തെ 2 കാലഘട്ടങ്ങളായി വിഭജിച്ചിരിക്കുന്നു. ഓക്കെ, പൊതുവർഷത്തിന് മുൻപും ബിഫോർ കോമൺ എറ, ബിഫോർ കോമൺ എറ നമ്മൾ അതിനെ ചുരുക്കി BECE അഥവാ BC എന്ന് വിളിക്കും. BCE അഥവാ BC എന്ന് വിളിക്കും. 2 കോമൺ എറ, കോമൺ എറ CE. ഓക്കെ, ബിഫോർ കോമൺ എറ BCE പൊതുവർഷം, 2 ഇംഗ്ലീഷിൽ പറഞ്ഞാൽ കോമൺ എറ CE എന്ന് വിളിക്കാം. യേശുക്രിസ്തുവിന്റെ ജനനത്തെ അടിസ്ഥാനമാക്കിയാണ് ആദ്യ കാലഘട്ടത്ത് ഈ ബിഫോർ കോമൺ എറ അഥവാ BCE എന്നതിനെ ബിഫോർ ക്രൈസ്റ്റ് എന്ന അർത്ഥത്തിൽ BC എന്നും വിളിച്ചിരുന്നു. യേശുവിന്റെ ജനനത്തിന് ശേഷമുള്ളത് AD അഥവാ അന്നെ ഡൊമിനി എന്നും വിളിച്ചിരുന്നു. ബിഫോർ ക്രൈസ്റ്റ് എന്നും അന്നെ ഡൊമിനി എന്നും വിളിച്ചിരുന്നു. പക്ഷെ നിലവിൽ അന്തർദേശീയ തലത്തിൽ അംഗീകരിച്ചിട്ടുള്ളത് എന്തൊക്കെ? BCE അതായത് ബിഫോർ കോമൺ എറ BCE, പിന്നെ CE കോമൺ എറ എന്നിങ്ങനെയാണ്. ഇപ്പോ നിങ്ങളുടെ ചിലപ്പോ കുട്ടിക്കാലത്തൊക്കെ നിങ്ങൾ AD BC എന്നായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. ഇപ്പോൾ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നത് AD BC എന്നായിരിക്കും അല്ലെ? പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ അന്തർദേശീയ തലത്തിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് BCE അതായത് ബിഫോർ കോമൺ എറ പൊതുവർഷത്തിന് മുൻപ്, 2 കോമൺ എറ CE. അതുകൊണ്ട് നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കുമ്പോൾ ചരിത്രാതീത കാലത്തെ കുറിച്ചോ അല്ലെങ്കിൽ ചരിത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ SCERT NCERT പുസ്തകങ്ങളിൽ BCE എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് BC എന്ന് പറഞ്ഞിരുന്നത്. AD എന്നതിനെ പകരം ഉപയോഗിക്കുന്നത് എന്തായിരിക്കും? CE കോമൺ എറ എന്നായിരിക്കും ഉപയോഗിക്കുക. അപ്പൊ CE 825 എന്താ ആരംഭിക്കുക? കൊല്ലവർഷം ആരംഭിക്കുക. ശരിയാണോ? CE 825. ഞാൻ നിങ്ങളോട് AD എന്ന് പറഞ്ഞു. ഇപ്പോ ഈ പുസ്തകം പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ CE 825 അല്ലെ? ശകവർഷം ഒന്ന് ആരംഭിക്കുക. AD 78 എന്ന് നമ്മൾ സ്ഥിരം പറയാറുണ്ട്. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ എന്താ പറയണ്ടേ? യെസ്, CE 78 എന്നാണ് പറയണ്ടേ. കോമൺ എറ 78 ആരംഭിച്ചത്. മനസ്സിലായോ?
പുതുവൈപ്പ് വർഷം ആരംഭിച്ച് നമ്മൾ പലപ്പോഴും AD 1341 എന്ന് പറയും. പക്ഷെ നിലവിൽ നമ്മൾ എന്തേ പറയാൻ പാടുള്ളൂ? CE 1341. നമ്മൾ പലപ്പോഴും AD എന്ന് ഉപയോഗിക്കുന്നതിന് എന്താക്കി മാറ്റും? CE ആയിട്ട് മാറും. നമ്മൾ പണ്ട് BC എന്ന് പറഞ്ഞിരുന്നത് ഫോർ എക്സാമ്പിൾ ഇന്ത്യയിലെ ഏറ്റവും ചരിത്ര കാലഘട്ടത്തെ ആദ്യ യുദ്ധമായി കണക്കാക്കുന്നത് എന്തായിരുന്നു? നമ്മുടെ അലക്സാണ്ടർ ചക്രവർത്തി BC 326 സലം നദിക്കരയിൽ വെച്ച പോറസുമായി ഏറ്റുമുട്ടിയ യുദ്ധമാണ് അല്ലെ? അത് നമ്മൾ BC 326 എന്നല്ലേ പറയുക. പക്ഷെ നമ്മൾ ഇനി നിലവിലെ സാഹചര്യത്തിൽ നിലവിലെ ഗ്രിഗോറിയൻ കലണ്ടറിന്റെ നിർദ്ദേശപ്രകാരം നമ്മൾ പറയേണ്ടത് എന്താ? BCE 326 എന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ കൃത്യമായി പഠിക്കുന്നതിന് വേണ്ടി SCERT പുസ്തകത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഇവിടെ സൂചിപ്പിച്ചു എന്ന് മാത്രം. ക്ലിയർ ആണേ? ഓക്കെ, അടുത്ത ഇതാ നോക്കിയേ, ഇതാണ് നമ്മൾ പിക്ചർ റെപ്രസെന്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ്? BCE ബിഫോർ കോമൺ എറ. അത് അവരോഹണ ക്രമത്തിലാണ് വരിക. അവരോഹണ ക്രമത്തിൽ വന്ന് 1 അവസാനിച്ചു. കോമൺ എറ ആ 1 മുതൽ ആരോഹണ ക്രമത്തിലേക്ക് പോകുന്നു. 1, 2, 3, 4, 5 അങ്ങനെ മുന്നോട്ട് പോകുന്നു. മനസ്സിലായോ? ഒരു നൂറ്റാണ്ടെന്നാൽ 100 വർഷമാണ്. പലപ്പോഴും 1-ാം നൂറ്റാണ്ട് അല്ലെങ്കിൽ 5-ാം നൂറ്റാണ്ട്, 8-ാം നൂറ്റാണ്ട്, 12-ാം നൂറ്റാണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സംശയം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ സംശയം കൂടെ നമ്മൾ ഇവിടെ ദൂരീകരിക്കുകയാണ്. 1-ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ് അർത്ഥമാക്കുക? 1 മുതൽ 100 വരെയുള്ള വർഷങ്ങൾ എന്നാണ്. ഒരു നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ 100 വർഷമാണേ. അപ്പോൾ 1-ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു 100 കംപ്ലീറ്റ് ആവണം. 1 മുതൽ 100 വരെ. പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കും. 1 മുതൽ 99 വരെയാണോ? 0 മുതൽ 99 വരെയാണോ? അങ്ങനെയല്ല. 0 നമ്മൾ കണക്കാക്കില്ലല്ലോ. അപ്പോൾ 1 മുതൽ 100 വരെയാണ് 1-ാം നൂറ്റാണ്ട്. അങ്ങനെയെങ്കിൽ ഒന്ന് പറഞ്ഞു നോക്കിയേ, 8-ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? 8-ാം നൂറ്റാണ്ട് 8-ാം നൂറ്റാണ്ടിലാണ് ശങ്കരാചാര്യർ ജീവിച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ? കാരണം സ്റ്റേറ്റ്മെന്റ് തരുമ്പോൾ നമ്മൾ ശരിയായിരിക്കുമല്ലോ എന്ന് വിചാരിക്കും. എന്നാൽ ശരിയാണോ? 8-ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ 8-ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ എന്ന് അവസാനിക്കണം? 8 ഗുണം 100 800-ൽ അവസാനിക്കണം അല്ലെ? 800-ൽ അവസാനിക്കണം. അതിനു മുമ്പുള്ള 100 വർഷങ്ങൾ. അതായത് 8-ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ 701 മുതൽ 800 വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ 8-ാം നൂറ്റാണ്ട് എന്ന് പറയുക. ഇന്ന് നമ്മൾ താമസിക്കുന്നത് എത്രാം നൂറ്റാണ്ടിലാണ്? 20-ാം നൂറ്റാണ്ടിലാണോ 21-ാം നൂറ്റാണ്ടിലാണോ? 21-ാം നൂറ്റാണ്ടിലാണ്. 20-ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴെന്താ? 1901 മുതൽ 2000 വരെയുള്ള കാലഘട്ടമാണ് 20-ാം നൂറ്റാണ്ട്. മനസ്സിലായോ? ഇനി 15-ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞാലോ? 15 ഗുണം 100 1500-ൽ അവസാനിക്കും. ശരിയല്ലേ? 15-ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തൊട്ട് ഏത് വരെ? 1401 മുതൽ 1500 വരെ. നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ പറയാറുണ്ട് അല്ലേ? നവോത്ഥാനം ആരംഭിച്ചത് 15-ാം നൂറ്റാണ്ടിലാണ് എന്ന് പറഞ്ഞാൽ 1500-ന് മുൻപ്, 1401-ന് ശേഷം. മതനവീകരണം ആരംഭിച്ചത് 16-ാം നൂറ്റാണ്ടിലാണ് എന്ന് പറഞ്ഞാൽ 1501-നും 1600-നും ഇടയിലാണ്, 16-ാം നൂറ്റാണ്ടിലാണ് എന്താരംഭിക്കുക? യെസ്, മതനവീകരണം ആരംഭിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ പെട്ടെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഒരു ദശലക്ഷം വർഷം എന്ന് പറഞ്ഞാൽ 10 ലക്ഷം. ദശം എന്ന് പറഞ്ഞാൽ 10 അല്ലേ? അപ്പോൾ ഒരു ദശലക്ഷം വർഷം എന്ന് പറഞ്ഞാൽ 10 ലക്ഷം വർഷമെന്ന്. നമ്മൾ നാഗരികത പഠിക്കുമ്പോൾ, ആദിമ മനുഷ്യനെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ദശലക്ഷം. അപ്പോൾ ഒരു ദശലക്ഷം വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ലക്ഷം വർഷം എന്നതാണ് കണക്ക്. ബേസിക് ഐഡിയ മാത്രമേ ഈ ചാപ്റ്ററിൽ ആദ്യം അത് പറയുന്നുള്ളൂ കേട്ടോ. നോക്കാം, മനുഷ്യരും അവരുടെ ഉത്ഭവവും പരിണാമവും. ആദിമ മനുഷ്യരുടെ ചരിത്രത്തെ കുറിച്ച് അറിയാൻ നമ്മളെ എന്താണ് സഹായിക്കുക? മനുഷ്യ ഫോസിലുകളാണ് സഹായിക്കുക. ആദിമ മനുഷ്യരെ കുറിച്ചുള്ള വിവരങ്ങളെ അറിയുവാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന പ്രധാന സ്രോതസ് എന്താണ്? മനുഷ്യ ഫോസിലുകളാണ്. ഇത്തരം ഫോസിലുകളുടെ കാലപ്പഴക്കം കൃത്യമായി നിർണയിച്ചുകൊണ്ടാണ് മനുഷ്യന്റെ ഉത്ഭവത്തെയും പരിണാമത്തെയും ചരിത്രത്തെയും കുറിച്ച് പറയുക. മനസ്സിലായോ? അപ്പോ മനുഷ്യ ഫോസിലുകളാണ് മനുഷ്യരുടെ ഉത്ഭവത്തെക്കുറിച്ച് പഠിക്കുവാൻ നമ്മളെ ഏറെ സഹായിക്കുക. ഓക്കെ, പുരാതന സസ്യങ്ങളുടെയും മനുഷ്യനുൾപ്പെടെയുള്ള ജന്തുക്കളുടെയും ഫോസിലുകളെ കുറിച്ചുള്ള പഠനം എന്ത് പേരിൽ അറിയപ്പെടും? പറയാമോ? പുരാതന സസ്യങ്ങളെ കുറിച്ചോ മനുഷ്യനുൾപ്പെടെയുള്ള ജന്തുക്കളുടെയോ ഫോസിലുകളെ കുറിച്ചുള്ള പഠനം എന്ത് പേരിൽ അറിയപ്പെടും? പാലിയന്റോളജി എന്ന പേരിൽ അറിയപ്പെടും. ഓർമ്മിച്ചേക്കണേ, എന്ത് പേരിലാണ് അറിയപ്പെടുക? പാലിയന്റോളജി എന്ന പേരിൽ അറിയപ്പെടും.
ഓക്കെ ആണേ. എന്താണ് ഫോസിലുകൾ? പുരാതന സസ്യങ്ങളോ മൃഗങ്ങളോ മനുഷ്യരുടെയോ ശേഷിപ്പുകളാണ് ഫോസിലുകൾ. പൊതുവെ പാറകളിൽ, പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവശിഷ്ട പാറകളിൽ പതിഞ്ഞിരിക്കുന്ന ഇവ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവസാദ ശിലകൾക്കിടയിൽ നമ്മൾ ഖനനം ചെയ്യുമ്പോഴാണ് നമുക്ക് ഫോസിലുകൾ ലഭിക്കാൻ സാധ്യതയുള്ളത്. നിങ്ങൾ ജോഗ്രഫിയിലെ ശിലകൾ പഠിക്കുമ്പോൾ നമുക്കറിയാലോ, അവസാദ ശിലകൾക്കിടയിലാണ് നമുക്ക് എന്ത് കാണാൻ കഴിയുക? ഫോസിലുകൾ. അതുകൊണ്ട് തന്നെ ഖനന പ്രവർത്തനങ്ങൾ നടക്കുന്നത് എവിടെയായിരിക്കും? ആ അവശിഷ്ട പാറകളുള്ള സ്ഥലങ്ങളിലായിരിക്കും. അല്ലാതെ ആഗ്നേയശിലയുള്ള സ്ഥലത്ത് ഖനനം നടത്തിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. മനസ്സിലായോ? അപ്പോ ഇന്ന സ്ഥലത്ത് ഖനനം ചെയ്ത് കഴിഞ്ഞാൽ പ്രാചീന നാഗരികതയെക്കുറിച്ച്, പ്രാചീന കാലഘട്ടത്തെക്കുറിച്ച് തെളിവ് ലഭിക്കും എന്ന് അറിയുന്നത് എങ്ങനെയാ? അവസാദ ശിലകളാൽ നിബിഡമായ ഭൂപ്രദേശമായിരിക്കണം. എങ്കിലാണ് നമ്മൾ ഖനനം ചെയ്യുമ്പോൾ എന്ത് കിട്ടുക? ഫോസിലുകൾ കിട്ടുക. അപ്പോൾ ഫോസിലുകളെ കുറിച്ചുള്ള പഠനം എന്താ പേരിൽ അറിയപ്പെടുക? പുരാതന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ഫോസിലുകളെ കുറിച്ചുള്ള പഠനം എന്ത് പേരിൽ അറിയപ്പെടും? പാലിയന്റോളജി എന്നറിയപ്പെടും. ക്ലിയർ ആണേ? യെസ്. മനുഷ്യരുടെ ഉത്ഭവത്തെക്കുറിച്ച് ശാസ്ത്രീയമായ ഒരു കാഴ്ചപ്പാട് ആദ്യമായി മുന്നോട്ട് വെച്ചത് ആരാണ്? ചാൾസ് ഡാർവിനാണ്. ഓക്കെ. മനുഷ്യന്റെ ഉത്ഭവത്തെക്കുറിച്ച് ശാസ്ത്രീയമായ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത് ആരാണ്? ചാൾസ് ഡാർവിൻ ആയിരുന്നു. ദീർഘകാലം കൊണ്ട്, അതായത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് സംഭവിച്ച ജൈവിക മാറ്റത്തിലൂടെയാണ് മനുഷ്യരുടെ ഉത്ഭവം എന്ന് ആര് പഠിപ്പിച്ചു? നമ്മുടെ ചാൾസ് ഡാർവിൻ പഠിപ്പിച്ചു. ഈ പ്രക്രിയയ്ക്ക് അദ്ദേഹം നൽകിയ പേരായിരുന്നു എന്ത്? പരിണാമം. ഓക്കെ. അപ്പോൾ ചാൾസ് ഡാർവിനാണ് മനുഷ്യരുടെ ഉത്ഭവത്തെക്കുറിച്ച് ശാസ്ത്രീയമായ, അത് തെളിവുകളോടുകൂടി, ശാസ്ത്രീയമായി എന്ന് ഉദ്ദേശിക്കുന്നത് തെളിവുകളോടുകൂടി ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുക. ഓക്കെ. മനുഷ്യന്റെ ഉത്ഭവം ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ടുണ്ടായ ജൈവിക മാറ്റത്തിലൂടെയാണെന്ന് അദ്ദേഹം സമർത്ഥിച്ചു, തെളിയിച്ചു എന്ന് പറയാം. ഈ പ്രക്രിയയ്ക്ക് അദ്ദേഹം നൽകിയ പേരാണെന്ത്? പരിണാമം. ഓക്കെ. ഈ പരിണാമ സിദ്ധാന്തം അദ്ദേഹം അവതരിപ്പിക്കുന്നത് 1859-ലാണ്. അദ്ദേഹം 1889 എങ്ങനെയാണ് അവതരിപ്പിക്കുക? ഈ പരിണാമത്തിന്റെ തെളിവുകളെല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു പുസ്തകം അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. ആ പുസ്തകത്തിന്റെ പേരായിരുന്നു ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ്. ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ്. PSC ചോദിക്കുന്ന ചോദ്യം എന്താ? ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ്? ചാൾസ് ഡാർവിൻ ആണ്. ഓക്കെ. ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ്. ഇതാണ് SCERT പുസ്തകത്തിന്റെ പേര്. പക്ഷെ PSCയുടെ മുൻവർഷ ചോദ്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും PSC ചോദിച്ചിട്ടുള്ളത് ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന പുസ്തകത്തിന് പകരം ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് മാത്രമാണ് പലപ്പോഴും ചോദിച്ചു കാണാറ്. ഇനി അത് വേറെ വ്യക്തി എഴുതിയതാണെന്ന് വിചാരിച്ചേക്കരുത് കേട്ടോ. അപ്പോ നമ്മുടെ ചാൾസ് ഡാർവിൻ പരിണാമ സിദ്ധാന്തം ആവിഷ്കരിച്ചത് 1859-ലാണെന്ന് പറയാം. അദ്ദേഹത്തിന്റെ പരിണാമ സിദ്ധാന്തം പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ്. അല്ലെങ്കിൽ പുസ്തകം PSC ചോദിക്കുമ്പോൾ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്നാണ് പലപ്പോഴും ചോദിച്ചു കാണുക. ഇത് കൂടാതെ അദ്ദേഹത്തിന്റെ വേറെ ഏതെങ്കിലും പുസ്തകമുണ്ടോ? ഉണ്ട്. മനുഷ്യന്റെ പരിണാമം, ജീവികളുടെ പരിണാമത്തെക്കുറിച്ചും പ്രത്യേകമായി അദ്ദേഹം മനുഷ്യന്റെ പരിണാമത്തെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തി, കൂടുതൽ തെളിവ് ശേഖരിച്ച് മാനവരാശിക്ക് നൽകി. ആ മനുഷ്യന്റെ പരിണാമത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു പുസ്തകമായിരുന്നു ദ ഡീസെന്റ് ഓഫ് മാൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ മനുഷ്യന്റെ പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ചും ആ മനുഷ്യന്റെ പരിണാമത്തിൽ എത്രത്തോളം പുരോഗതി ഉണ്ടായി എന്ന് പ്രത്യേകിച്ച് കണക്കാക്കുന്ന ഒരു പുസ്തകമാണ് ദ ഡീസെന്റ് ഓഫ് മാൻ. അപ്പൊ ദ ഡീസെന്റ് ഓഫ് മാൻ എന്ന പുസ്തകം എഴുതിയതും ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന പുസ്തകം എഴുതിയതും ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ചാൾസ് ഡാർവിനാണ്. ഓർമ്മിച്ചേക്കാമോ? ക്ലിയർ ആണേ? അപ്പോൾ ചാൾസ് ഡാർവിനാണ് പരിണാമ സിദ്ധാന്തം ആവിഷ്കരിക്കുന്നത് 1859-ല്. അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ എന്തെന്ന് വിളിച്ചു? യെസ്, പരിണാമ സിദ്ധാന്തത്തിന്റെ പിതാവ് എന്ന് വിളിച്ചു. ക്ലിയർ ആണേ? ഓക്കെ. അപ്പൊ ഈ സ്ലൈഡിൽ എന്തൊക്കെയാണ് നമ്മൾ പറയുക? ആദിമ മനുഷ്യരുടെ ചരിത്രത്തെ കുറിച്ച് അറിയാൻ നമുക്ക് സഹായിക്കുന്ന പ്രധാന സ്രോതസ് എന്താ? മനുഷ്യ ഫോസിലുകളാണ്. പുരാതന സസ്യങ്ങളുടെയോ മൃഗങ്ങളുടെയോ മനുഷ്യരുടെയോ ശേഷിപ്പുകളാണ് ഫോസിലുകൾ. ഈ ഫോസിലുകളെ കുറിച്ച് കൃത്യമായി പഠിച്ച് കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന സമ്പ്രദായം, ശാസ്ത്രീയ രീതി എന്ത് പേരിൽ അറിയപ്പെടും? പാലിയന്റോളജി എന്നറിയപ്പെടും. ഓക്കെ. മനുഷ്യ പരിണാമത്തെക്കുറിച്ച് ആദ്യമായി തെളിവ് നൽകിയ ശാസ്ത്രജ്ഞനാരാ? ചാൾസ് ഡാർവിൻ. ഏത് വർഷമാണ്? 1859. അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ എന്തെന്ന് വിളിച്ചു? പരിണാമ സിദ്ധാന്തത്തിന്റെ പിതാവ് എന്ന് വിളിച്ചു.
ഓക്കെ. 1859 പരിണാമ സിദ്ധാന്തം ഉള്ളടക്കം ചെയ്തിട്ടുള്ള ഏത് പുസ്തകമാണ് അദ്ദേഹം പ്രസിദ്ധീകരിച്ചത്? ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ്. ക്ലിയർ ആണേ? സെറ്റ് ആണേ? അതോടൊപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ ചാൾസ് ഡാർവിന്റെ മറ്റൊരു പുസ്തകമാണ് എന്ത്? ദ ഡീസെന്റ് ഓഫ് മാൻ. എന്താണ്? ദി ഡീസെന്റ് ഓഫ് മാൻ. അതുകൂടെ ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. അത് 8ാം ക്ലാസ് പുസ്തകത്തിലുണ്ട്. നിങ്ങൾ പിന്നീട് പഠിക്കും. എങ്കിലും ഞാൻ സൂചിപ്പിച്ചതാണ്. ഈ ഒരു 6ാം ക്ലാസ്സിലെ പല പാഠഭാഗങ്ങളുടെ വിശദീകരണമാണ് 8ാം ക്ലാസ്സിലെ ചാപ്റ്ററുകൾ കേട്ടോ. ദ ഡീസെന്റ് ഓഫ് മാൻ. ദി ഡീസെന്റ് ഓഫ് മാൻ. ദ ഡീസെന്റ് ഓഫ് മാൻ എന്ന പുസ്തകം എഴുതിയതും ആര് തന്നെ? ചാൾസ് ഡാർവിൻ തന്നെ. ക്ലിയർ ആണേ? ഇത്രയും സെറ്റാണെന്ന് കരുതിക്കോട്ടെ. ഗഡ്. ചാൾസ് ഡാർവിൻ 1809 ഫെബ്രുവരി 12-നായിരുന്നു അദ്ദേഹം ജനിക്കുന്നത്. എവിടെ? ഇംഗ്ലണ്ടിൽ. അപ്പൊ ചാൾസ് ഡാർവിന്റെ ജന്മദേശം ഏത് എന്ന് ചിലപ്പോൾ ചോദിക്കാം. എവിടെയാ? ഇംഗ്ലണ്ടിലാണ്. ഓക്കെ. മനുഷ്യന്റെ ഉത്ഭവം, അതായത് ഭൂമിയിൽ ജീവന്റെ ഉത്ഭവത്തിലേക്കും ജീവജാലങ്ങളുടെ വൈവിധ്യത്തിലേക്കും നയിച്ച പ്രക്രിയകൾ മനസ്സിലാക്കാൻ ലോകത്തെ സഹായിച്ച പ്രകൃതി ശാസ്ത്രജ്ഞനാണ് ആര്? ചാൾസ് ഡാർവിൻ എന്ന് പറയാം. എല്ലാ ജീവജാലങ്ങളും പരിണമിച്ച് രൂപം കൊണ്ടതാണ് എന്ന് അദ്ദേഹം എന്ത് ചെയ്തു? തെളിയിച്ചു. ഓക്കെ. ഈ പരിണാമത്തിന് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ ഏറ്റെടുത്തു. അനേക ലക്ഷം വർഷങ്ങൾ വഴണ്ടി വന്നു എന്നാണ് അദ്ദേഹം പറയുക. ഓക്കെ. അപ്പൊ പരിണാമ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? ചാൾസ് ഡാർവിൻ. ഏത് വർഷം? 1859. ഓക്കെ. അപ്പൊ പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത് മനുഷ്യന്റെ കാര്യങ്ങൾ മാത്രമാണോ പറയുക? അല്ല. മനുഷ്യനുൾപ്പെടെ സകല ജീവജാലങ്ങളും ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് പരിണമിച്ച് രൂപപ്പെട്ടതാണെന്നാണ് ആര് പറയുക? ചാൾസ് ഡാർവിൻ പറയുക അദ്ദേഹത്തിന്റെ പരിണാമ സിദ്ധാന്തത്തിൽ. ഇനി മനുഷ്യന്റെ മാത്രം പരിണാമത്തെക്കുറിച്ചുള്ള പഠനത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഈ ലോകത്തെ സസ്യങ്ങളുടെയും ജീവജാലങ്ങളുടെയും എല്ലാം പഠനത്തെ പൊതുവായി നമുക്ക് പരിണാമ സിദ്ധാന്തം എന്ന് വിളിക്കാം. മനുഷ്യന്റെ ഉൽപ്പത്തിയെയും പരിണാമത്തെയും കുറിച്ചുള്ള പഠനം നമുക്ക് എന്ത് പേരിൽ വിളിക്കാം? യെസ്, നരവംശാസ്ത്രം എന്ന് വിളിക്കാം. മനുഷ്യന്റെ എന്തൊക്കെ? മനുഷ്യന്റെ ഉൽപ്പത്തിയും കൂടാതെ പരിണാമത്തെയും കുറിച്ചുള്ള പഠനം എന്ത് പേരിൽ അറിയപ്പെടുന്നു? നരവംശാസ്ത്രം എന്നറിയപ്പെടുന്നു. നരവംശാസ്ത്രം എന്നറിയപ്പെടുന്നു. ക്ലിയർ ആണേ? അപ്പൊ നരവംശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യന്റെ ഉൽപ്പത്തിയും പരിണാമത്തെയും കുറിച്ചുള്ള പഠനമാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മനുഷ്യന്റെ ഉൽപ്പത്തിയും പരിണാമവുമാണ്. നോക്കിയേ, മനുഷ്യരുടെ പൂർവികർ. ആദിമ മനുഷ്യൻ രൂപം കൊണ്ടത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ മുമ്പാണ്. നമുക്കറിയാം. നമ്മൾ ഇപ്പോഴത്തെ പഠനം അനുസരിച്ച് മനസ്സിലാക്കി എത്രയോ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ മുമ്പായിരിക്കും എന്ത് രൂപം കൊണ്ടിട്ടുണ്ടാവുക? ആദിമ മനുഷ്യൻ രൂപം കൊണ്ടത് അല്ലെ? സസ്തനികളിൽ ഒരു വിഭാഗമായ പ്രൈമേറ്റുകളിൽ നിന്നാണ് മനുഷ്യ പരിണാമം ആരംഭിക്കുന്നത്. അപ്പൊ മനുഷ്യ പരിണാമത്തിലെ ആദ്യ ജീവിവർഗം ഏത്? മനുഷ്യപരിണാമത്തിലെ ആദ്യ ജീവിവർഗം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈമേറ്റുകളാണ്. സസ്തനികളിൽ ഒരു വിഭാഗമാണ് എന്താ? പ്രൈമേറ്റുകൾ എന്ന് പറയുന്നത്. ഈ മനുഷ്യനോട് രൂപസാദൃശ്യം എന്തെങ്കിലും ഉണ്ടോ പ്രൈമേറ്റിന്? ഇല്ല. മനുഷ്യനോട് രൂപസാദൃശ്യം ഇല്ല. മനസ്സിലായോ? മനുഷ്യനോട് രൂപസാദൃശ്യമുള്ള ആദ്യ വിഭാഗം എന്ന് പറയുന്നത് ഹൊമിനോയിഡുകളാണ്. ഈ രണ്ടാമത്തെ കാറ്റഗറി ഹൊമിനോയിഡുകളാണ് കേട്ടോ. അപ്പോ മനുഷ്യ പരിണാമം ആരംഭിക്കുന്നത് ഏത് സസ്തനിയിൽ നിന്നാണ് എന്ന് ചോദിച്ചാൽ പ്രൈമേറ്റുകൾ എന്ന് പറയുന്നത് സസ്തനികളിൽ ഒരു വിഭാഗമാണ്. മനുഷ്യനോട് സാദൃശ്യമുള്ള ജന്തുവിഭാഗം, മനുഷ്യനോട് സാദൃശ്യമുള്ള ആദ്യ ജന്തുവിഭാഗം, മനുഷ്യനോട് രൂപസാദൃശ്യമുള്ള ആദ്യത്തെ ജന്തുവിഭാഗം, മനുഷ്യനോട് രൂപസാദൃശ്യമുള്ള ആദ്യ ജന്തുവിഭാഗം എന്ന് പറയുന്നത് ഹൊമിനിഡുകളാണ്. ഹ്യൂമൻ, മനുഷ്യനോട് സാദൃശ്യമുള്ള ആദ്യ ജന്തുവിഭാഗം. അതുകൊണ്ട് ആ ജീവിയെ നമ്മൾ എന്തെന്ന് വിളിച്ചു? ഹൊമിനോയിഡുകൾ എന്ന് വിളിച്ചു. ഹൊമിനോയിഡുകൾ പക്ഷേ ഇന്ന് മനുഷ്യൻ നടക്കുന്ന പോലെ 2 കാലിലല്ല, 4 കാലിലാണ് നടന്നിരുന്നത്. 4 കാലിലാണ് ഇവ നടന്നിരുന്നത്. ഓക്കെ. അടുത്ത ഹൊമിനിഡുകൾ. മനുഷ്യനോട് രൂപസാദൃശ്യമുള്ള ആദ്യ വിഭാഗമാണ് ഹൊമിനോയിഡുകൾ എന്ന് വിളിക്കുക. ആ ഹൊമിനോയിഡുകൾ പരിണമിച്ച് 2 കാലിൽ നടത്താം എന്തായിട്ട് മാറി? ഹൊമിനിഡുകളായിട്ട് മാറി. ഹൊമിനോയിഡുകൾ 4 കാലിൽ നടന്നു. ഹൊമിനിഡുകളാണെങ്കിൽ 2 കാലിൽ നടത്തം ആരംഭിച്ചു. ഈ ഹൊമിനിഡുകളെ പ്രധാനമായും നമ്മൾ 2ആയി വേർതിരിച്ചു.
രണ്ടായി വേർതിരിച്ചു. ആസ്ട്രലോപിഥെക്കസ്. ഈ ആസ്ട്രലോപിഥെക്കസ് എന്ന് പറയുന്നത് മനുഷ്യ സാദൃശ്യം പോലെ പറയുക, മനുഷ്യന്റെ ആദ്യ രൂപമായിട്ടാണ് കണക്കാക്കുക. ഒരു പുരുഷന്റെ ഒരു ഫോസിലായിരുന്നു ഈ ആസ്ട്രലോപിഥെക്കസ് എന്ന് പറയുന്നത്. പുരുഷ ഫോസിലാണ്. എവിടെ നിന്നാണ് കണ്ടെത്തുക? ആഫ്രിക്കയിൽ നിന്ന്. ഈ ആഫ്രിക്കയിൽ നിന്ന് കണ്ടെത്തിയ പുരുഷ ഫോസിലായ ആസ്ട്രലോപിഥെക്കസ് ആണ് ആദിമ മനുഷ്യനായിട്ട് കണക്കാക്കുന്ന ആരെയാണ്? ആസ്ട്രലോപിഥെക്കസ് ആണ്. ഈ ആഫ്രിക്കയിൽ നിന്ന് കണ്ടെത്തിയ ഒരു സ്ത്രീയുടെ ഫോസിൽ. അത് ആർഡിപിഥെക്കസ് എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അത് സ്ത്രീയുടെ ഫോസിലാണ്. പുരുഷന്റെ ഫോസിൽ ഏതാണ്? ആസ്ട്രലോപിഥെക്കസ്. എവിടെ നിന്ന് കണ്ടെത്തിയേ? ആഫ്രിക്കയിൽ നിന്ന്. അതുകൊണ്ടാണടാ പലപ്പോഴും മനുഷ്യന്റെ ഉത്ഭവം ഏത് വൻകരയിലാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഏത് വൻകര പറയുക? ആഫ്രിക്ക വൻകര പറയുക. അപ്പോൾ മനുഷ്യന്റെ ഉത്ഭവം ഏത് വൻകരയിലാണ്? ആഫ്രിക്ക വൻകരയിലാണ്. അപ്പോൾ ഹോമിനിഡുകൾ, ഇരുകാലിൽ നടത്താൻ തുടങ്ങിയ ഹോമിനിഡുകളെ നമ്മൾ രണ്ട് വിഭാഗമായി വേർതിരിച്ചു. ഒന്ന് ആസ്ട്രലോപിഥെക്കസ്, ഇത് പുരുഷന്റെ ഫോസിലാണ്. എവിടെ നിന്ന് കണ്ടെത്തി? ആഫ്രിക്കയിൽ നിന്ന്. അതുകൊണ്ട് മനുഷ്യൻ ജനിച്ച ഭൂഖണ്ഡം, മനുഷ്യന്റെ ഉൽപ്പത്തി ഏത് ഭൂഖണ്ഡത്തിലാണെന്ന് ചോദിച്ചാൽ നമ്മൾ എവിടെ നിന്ന് പറയും? ആഫ്രിക്കയിലാണെന്ന് പറയും. അവിടെ നിന്ന് കണ്ടെത്തിയ ആസ്ട്രലോപിഥെക്കസ് എന്ന പുരുഷ ഫോസിലാണ്. രണ്ട്, ഹോമോ. ഈ ഹോമോ എന്ന വിഭാഗത്തെ നമ്മൾ ആധുനിക മനുഷ്യൻ എന്നാണ് വിളിക്കുക. ആധുനിക മനുഷ്യൻ. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ പുരോഗതി ഉണ്ടാവുക എന്നാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. മനുഷ്യന്റെ പുരോഗതി യഥാർത്ഥത്തിൽ ഉണ്ടാകുന്ന ഏതുകൊണ്ടാണ്? ഈ ഹോമോ എന്ന വിഭാഗത്തോട്ടാണ്. നമുക്ക് നോക്കാം. ഹോമോയെ നമ്മൾ മൂന്നായി വേർതിരിക്കുന്നു കേട്ടോ. കാലഗണന അനുസരിച്ച് മൂന്നായി വേർതിരിക്കുന്നുണ്ട്. ഒന്ന്, ഹോമോ ഹാബിലസ്. ഉപകരണ നിർമ്മാതാക്കൾ. ആദ്യമായി ഉപകരണം നിർമ്മിച്ച മനുഷ്യന്റെ പരിണാമ ശ്രേണിയാണ് ഹോമോ ഹാബിലസ് എന്ന പേരിൽ അറിയപ്പെടുക. ഹോമോ ഹാബിലസ്. ഇനി അടുത്ത് പറയുന്നു ഹോമോ ഇറക്ടസ്. നിവർന്നു നിന്ന ആദ്യ മനുഷ്യൻ, അല്ലെങ്കിൽ നിവർന്നു നിന്ന ആദ്യത്തെ മനുഷ്യ പരിണാമ ശ്രേണി എന്താണ്? ഹോമോ ഇറക്ടസ് എന്ന പേരിൽ അറിയപ്പെടും. അപ്പോൾ ഉപകരണ നിർമ്മാതാക്കളായ മനുഷ്യ പരിണാമ ശ്രേണിയിലെ ആദ്യ വിഭാഗം ഹോമോ ഹാബിലസ് ആണ്. നിവർന്നു നിന്ന ആദ്യ മനുഷ്യ പരിണാമ ശ്രേണി എന്ന് പറയുന്നത് ഹോമോ ഇറക്ടസ് ആണ്. ക്ലിയർ? ബുദ്ധിയുള്ള മനുഷ്യനെ നമ്മൾ എന്ന് വിളിച്ചു? ഹോമോ സാപ്പിയൻസ് എന്ന് വിളിച്ചു. ഹോമോ സാപ്പിയൻസ്. ഇത് കൂടാതെ ആധുനിക മനുഷ്യനെ, ബുദ്ധിയുള്ള മനുഷ്യൻ എന്ന് പറയുമ്പോൾ അവന് ബുദ്ധിയുണ്ട്, തലച്ചോറുണ്ട്, പക്ഷെ വിവേചിച്ചറിയാൻ കഴിയണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, വിവേകമുള്ള വ്യക്തി അല്ലെങ്കിൽ ആധുനിക മനുഷ്യനെ നമ്മൾ ഹോമോ സാപ്പിയൻ എന്നാണ് വിളിക്കുക. നമ്മൾ പിന്നീടുള്ള ക്ലാസ്സിൽ പഠിക്കേണ്ടതാണ്, എങ്കിലും ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ. അപ്പോൾ ഹോമോ എന്ന് പറയുന്നത് 3 പരിണാമ ശ്രേണിയാണ്. ഹോമോ ഹാബിലസ് എന്ന് പറയുന്നത് ഉപകരണങ്ങൾ നിർമ്മിച്ച മനുഷ്യ പരിണാമ ശ്രേണി. നിവർന്നു നിൽക്കുന്ന ആദ്യ മനുഷ്യനായി കണക്കാക്കുന്നത് ഹോമോ ഇറക്ടസ് ആണ്. ബുദ്ധിയുള്ള മനുഷ്യൻ ഹോമോ സാപ്പിയൻ ആണ്. ഇന്നത്തെ ആധുനിക മനുഷ്യരെ, വിവേകമുള്ള ആധുനിക മനുഷ്യനെ നമ്മൾ വിളിക്കുന്നത് ഹോമോ സാപ്പിയൻ എന്നാണ് കേട്ടോ. അപ്പോ ഹോമോ സാപ്പിയൻ എന്ന് പറയുന്ന ബുദ്ധിയുള്ള മനുഷ്യനാണ്. ഇന്നത്തെ ആധുനിക മനുഷ്യനെ, അതായത് വിവേകമുള്ള മനുഷ്യനെ നമ്മൾ വിളിക്കുന്നത് ഹോമോ സാപ്പിയൻ എന്ന്. നമ്മൾ SCRT പുസ്തകമാണ് പഠിക്കുന്നത്. 6ാം ക്ലാസ്സിന്റെ കുറച്ചൊരു വിശദീകരണമാണ് 8ാം ക്ലാസ്സിൽ ഉണ്ടാവുക. അതിന്റെ കുറച്ചൊരു വിശദീകരണമാണ് +1 +2 ക്ലാസ്സിൽ ഉണ്ടാവുക. അതുകൊണ്ട് ചില ഫാക്ട്സ് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കണക്ട് ചെയ്ത് പറഞ്ഞു പോകുന്നതാണ് കേട്ടോ. അത് നമ്മൾ പിന്നീട് പഠിക്കേണ്ടത് തന്നെയാണ്, കൺഫ്യൂഷൻ ഉണ്ടാവരുത്, അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ മനുഷ്യരുടെ പൂർവികർ നോക്കാം. മനുഷ്യ ഉൽപ്പത്തിയുടെ ആദ്യ രൂപമായി കണക്കാക്കുന്നത് പ്രൈമേറ്റുകളാണ്. സസ്തനികളിൽ ഒരു വിഭാഗമാണ് പ്രൈമേറ്റുകൾ എന്ന് പറയുക. പ്രൈമേറ്റുകൾ ഒത്തിരി ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ 4 കാലിൽ നടത്തമുള്ള മനുഷ്യനോട് രൂപസാദൃശ്യമുള്ള ഹൊമിനോയിഡുകളായിട്ട് മാറി. ഈ ഹൊമിനോയിഡുകൾ കാലാന്തരത്തിൽ 2 കാലിൽ നടത്തുന്ന ഹൊമിനിഡുകളായിട്ട് മാറി. ഹൊമിനിഡുകളെ നമ്മൾ പ്രധാനമായും 2ആയി വർഗീകരിക്കും. ഹൊമിനിഡുകളിലെ ആദ്യ മനുഷ്യ പരിണാമ ശ്രേണിയെ കണക്കാക്കുന്നത് ആസ്ട്രലോപിഥെക്കസ് എന്ന ആഫ്രിക്കയിൽ നിന്ന് കണ്ടെത്തിയ പുരുഷന്റെ ഫോസിലാണ്. രണ്ടാമത്തെ കാറ്റഗറി ഹോമോ എന്ന് പറയുന്നത് പ്രധാനമായും 3 പരിണാമ ശ്രേണിയാണ് വരിക. ഹോമോയിലെ ആദ്യ പരിണാമ ശ്രേണി ഹോമോ ഹാബിലസ്, ഉപകരണ നിർമ്മാതാക്കളായ ആദ്യ മനുഷ്യ പരിണാമ ശ്രേണി. അത് കഴിഞ്ഞതിന് ശേഷം ഹോമോ ഇറക്ടസ്,
നിവർന്നു നിന്ന ആദ്യത്തെ ആദിമ മനുഷ്യൻ, നിവർന്നു നിന്ന ആദ്യത്തെ ആദിമ മനുഷ്യനാണ് ഹോമോ ഇറക്ടസ് എന്ന പേരിൽ അറിയപ്പെടുക. ഓക്കെ. പിന്നെ ഹോമോസാപ്പിയൻസ്, ബുദ്ധിയുള്ള മനുഷ്യനാണ്. മനുഷ്യന്റെ ഇന്നത്തെ ആധുനിക മനുഷ്യന്റെ യഥാർത്ഥ പൂർവികരെ എന്ന് കണക്കാക്കുന്നത് ഹോമോസാപ്പിയൻസിനെയാണ്. എന്നാൽ ഇന്നത്തെ ആധുനിക മനുഷ്യനെ, വിവേകമുള്ള മനുഷ്യനെ നമ്മൾ വിളിക്കുന്ന എന്താണ്? ഹോമോസാപ്പിയൻ സാപ്പിയൻ. സെറ്റാണ്. ഗുഡ്. അപ്പോൾ ഇത്രയും കൃത്യമായി പഠിച്ചുറപ്പിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ തുടക്കം മാത്രമേ ഇപ്പോൾ പഠിച്ചിട്ടേ ഉള്ളൂ. വളരെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു അല്ലെ? വളരെ പെട്ടെന്ന് റിവിഷൻസ് ഉറപ്പിച്ചാലോ? എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുക? ഈ പുസ്തകത്തിൽ ആദ്യത്തെ പേജിൽ ഒരു സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോ ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന ഗ്രന്ഥം എഴുതിയതാണ് ജവഹർലാൽ നെഹ്റു. ജർമ്മനിയിൽ നിന്ന് കണ്ടെത്തിയ ആദിമ മനുഷ്യൻ ഏതാണ്? ഹൈഡൽബർഗ്. ജർമ്മനിയിൽ നിന്ന് കണ്ടെത്തിയ ആദിമ മനുഷ്യന്റെ പേരെന്താണ്? ഹൈഡൽബർഗ് എന്നാണ്. ഓക്കെ ആണേ? യെസ്. പിന്നെ BCE നമ്മൾ AD എന്നാണ് പലപ്പോഴും ഉപയോഗിക്കുക. എന്നാൽ നിലവില് ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് AD എന്ന വാക്കല്ല. അതായത് നേരത്തെ നമ്മൾ അന്നോ ഡൊമിനി എന്ന്, അതായത് ക്രൈസ്റ്റിന്റെ ജനനത്തിന് ശേഷമുള്ള കാലഘട്ടം, അന്നോ ഡൊമിനി എന്നതിനെ ചുരുക്കിയാണ് AD എന്ന് വിളിച്ചിരുന്നത്. നിലവിലെ സാഹചര്യം നമ്മൾ അതിനെ വിളിക്കേണ്ടത് CE എന്നാണ്, അതായത് കോമൺ എറ, പൊതുവർഷം എന്നാണ്. BC നമ്മൾ ബിഫോർ ക്രൈസ്റ്റ് എന്നതിനെ ചുരുക്കിയാണ് പണ്ട് BC എന്ന് വിളിച്ചിരുന്നത്. നിലവിലെ ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം നമ്മൾ എന്താ വിളിക്കേണ്ടത്? BCE, അതായത് ബിഫോർ കോമൺ എറ എന്നാണ് വിളിക്കേണ്ടത്. ബിഫോർ കോമൺ എറ BC. ADക്ക് വരെ ഉപയോഗിക്കുന്നത് എന്താ? കോമൺ എറ. ഓക്കെ. ഒരു നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ 100 വർഷമാണ്. അതിനെക്കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഇപ്പോ 7-ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ 7 ഗുണം 100, 700 അവസാനിക്കണം. അതായത് 7-ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ 601 മുതൽ 700 വരെയുള്ള കാലഘട്ടം. മനസ്സിലായോ? ഇനി 22-ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞാലോ? 22 ഗുണം 100, 2200 അവസാനിക്കണം. അതിന് മുമ്പുള്ള 100 വർഷങ്ങൾ. അതായത് 2101 മുതൽ 2200 വരെയുള്ള വർഷങ്ങളെയാണ് നമ്മൾ 22-ാം നൂറ്റാണ്ടെന്ന് പറയുക. ക്ലിയർ ആണ്? ഗുഡ്. മനുഷ്യരുടെ ഉത്ഭവവും പരിണാമവും. മനുഷ്യ ചരിത്രത്തെക്കുറിച്ച് അറിയാൻ നമ്മളെ സഹായിക്കുന്ന പ്രധാന സ്രോതസ് എന്താ? മനുഷ്യ ഫോസിലുകളാണ്. ആ മനുഷ്യ ഫോസിലുകളെ കുറിച്ചുള്ള കാലപ്പഴക്കം നിർണ്ണയിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? പരിശോധിക്കുക. പുരാതന സസ്യങ്ങൾ, മൃഗങ്ങൾ, മനുഷ്യർ എന്നിവയുടെ ഫോസിലുകൾ കൃത്യമായി പഠിച്ചുകൊണ്ട്, ഫോസിലുകളുടെ സഹായത്താൽ അവയുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ട്, കാലപ്പഴക്കം നിർണയിച്ച് അവയെക്കുറിച്ച് പഠിക്കുന്നതിനെ, ആ പഠിക്കുന്ന ശാസ്ത്രശാഖയെ നമ്മൾ എന്തെന്ന് വിളിച്ചു? പാലിയന്റോളജി എന്ന് വിളിച്ചു. മനുഷ്യരുടെ ഉത്ഭവത്തെക്കുറിച്ച് ശാസ്ത്രീയമായി ആദ്യമായൊരു കാഴ്ചപ്പാട്, അതായത് തെളിവുകളോടുകൂടി കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത് ചാൾസ് ഡാർവിനാണ്. ദീർഘകാലം, ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് സംഭവിച്ച പരിണാമമായിരുന്നു ഇന്ന് കാണുന്ന ജീവിവർഗങ്ങൾ എന്നാണ് ആര് പറയുക? ചാൾസ് ഡാർവിൻ. അതിന് അദ്ദേഹം പരിണാമം എന്ന പേര് നൽകി. അതുകൊണ്ട് നമ്മൾ പറയും പരിണാമ സിദ്ധാന്തത്തിന്റെ പിതാവ് ആരാ? ചാൾസ് ഡാർവിൻ. എന്നാണ് പരിണാമ സിദ്ധാന്തം അവതരിപ്പിക്കുക? 1859 അദ്ദേഹം പ്രസിദ്ധീകരിച്ച ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന പുസ്തകത്തിൽ. ഇതുകൂടെ അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രശസ്തമായ പുസ്തകമാണ് എന്താ? ദ ഡീസെന്റ് ഓഫ് മാൻ എന്ന് പറയുന്നത്. ഡീസെന്റ് ഓഫ് മാൻ. ക്ലിയർ? 1809 ഫെബ്രുവരി മാസം 12 ഇംഗ്ലണ്ടിലായിരുന്നു ചാൾസ് ഡാർവിൻ എന്ന പ്രകൃതി ശാസ്ത്രജ്ഞൻ ജനിക്കുന്നത്. എല്ലാ ജീവജാലങ്ങളും പരിണമിച്ച് രൂപപ്പെട്ടതാണെന്ന് അദ്ദേഹം പറഞ്ഞു. മനുഷ്യന്റെ ഉൽപ്പത്തിയെക്കുറിച്ചും പരിണാമത്തെക്കുറിച്ചും പഠിക്കുന്നതിനെ നമ്മൾ പ്രത്യേകമായി നരവംശശാസ്ത്രം എന്നാണ് വിളിക്കുക. മനുഷ്യന്റെ ഉൽപ്പത്തിയും പരിണാമത്തെയും കുറിച്ച് പഠിക്കുന്ന പ്രത്യേക ശാസ്ത്രശാഖ നരവംശശാസ്ത്രം. ഓക്കെ. നരവംശശാസ്ത്രം അനുസരിച്ച് മനുഷ്യരുടെ പൂർവികരെ നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ പൂർവികർ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ തീർന്ന പരിണാമത്തിന്റെ ഫലമായിട്ടാണ് രൂപം കൊള്ളുക. അല്ലെ? മനുഷ്യൻ രൂപം കൊണ്ടത് ഏത് സസ്തനി വിഭാഗത്തിൽ നിന്നാണ്? പ്രൈമേറ്റുകൾ എന്ന സസ്തനി വിഭാഗത്തിൽ നിന്നാണ്. കാലാന്തരത്തിൽ 4 കാലിൽ നടക്കുന്ന മനുഷ്യനോട് സാദൃശ്യമുള്ള ഹൊമിനോയിഡുകളായിട്ട് മാറി. ഈ ഹൊമിനോയിഡുകൾ പിൽക്കാലത്ത് 2 കാലിൽ നടക്കുന്ന ഹൊമിനിഡുകളായി മാറി. ഹൊമിനിഡുകളെ നമ്മൾ 2ആയി വർഗീകരിച്ചു. ഒന്ന് ആസ്ട്രലോപിതെക്കസ്. ഇത് ആഫ്രിക്കയിൽ നിന്ന് കണ്ടെത്തിയ പുരുഷന്റെ ഫോസിലാണ്. അതാണ് ആദിമ മനുഷ്യനായിട്ട് കണക്കാക്കുക. അതുകൊണ്ടാണ് ആഫ്രിക്കയിലെ മനുഷ്യ ഉൽപ്പത്തിയുടെ ഭൂഖണ്ഡമായി കണക്കാക്കുക. 2 ഹോമോ. ഹോമോ എന്ന് പറയുന്നത് ആധുനിക മനുഷ്യൻ എന്ന രീതിയിലേക്ക് നമ്മൾ കണക്കാക്കാം. മനുഷ്യന്റെ യഥാർത്ഥ പരിണാമം ആരംഭിക്കുന്നത് ഹോമോ എന്ന വിഭാഗത്തിൽ നിന്നാണ്. ഹോമോ ഹാബിലസ് എന്ന് പറയുന്നത് ആദ്യമായി ഉപകരണങ്ങൾ നിർമ്മിച്ച മനുഷ്യ പരിണാമ ശ്രേണി. ഹോമോ ഇറക്ടസ് എന്ന് പറയുന്നത് നിവർന്നു നിൽക്കുന്ന ആദ്യ മനുഷ്യൻ. ഹോമോ സാപ്പിയൻ എന്ന് പറയുന്നത് ബുദ്ധിയുള്ള മനുഷ്യൻ. ഇന്നത്തെ ആധുനിക മനുഷ്യനെ, വിവേകമുള്ള ആധുനിക മനുഷ്യനെ നമ്മൾ വിളിക്കുന്നത് ഹോമോ സാപ്പിയൻ എന്നാണ്. ഓക്കെ അല്ലേ? അപ്പൊ പ്രധാനമായും പുരാതന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ഫോസിലുകളെ കുറിച്ചുള്ള പഠനം പാലിയന്റോളജി എന്ന് പറയുക. ആ പാലിയന്റോളജിയുടെ സഹായത്താലാണ് നമ്മൾ ഫോസിലുകളെ കുറിച്ച് പഠിക്കുന്നതും അവരുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതും. അങ്ങനെയാണ് മനുഷ്യ പരിണാമ ശ്രേണിയിലേക്ക് വരിക. എല്ലാ ജീവജാലങ്ങളുടെയും ഉത്ഭവം നമുക്ക് കണക്കാക്കാൻ പറ്റും പാലിയന്റോളജിയിലൂടെ. അത് പ്രകാരം മനുഷ്യന്റെ ഉത്ഭവത്തെക്കുറിച്ചും പരിണാമത്തെക്കുറിച്ചും
പഠിക്കുന്ന പ്രത്യേക ശാസ്ത്രശാഖ എന്ത് പേരിൽ അറിയപ്പെടും? നരവംശ ശാസ്ത്രം എന്നും അറിയപ്പെടും. ഇത്രയും ക്ലിയർ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കൃത്യമായി പഠിച്ചു വരിക. ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ബൈ ബൈ.